ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് അറബ് സ്ട്രീറ്റിലേക്കാണ്. സോ സിംഗപ്പൂരിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മോസ്കും വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മോസ്കും ഈ അറബ് സ്ട്രീറ്റിലാണുള്ളത്. സോ നമുക്ക് അവിടെ ചെന്നിട്ട് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ അറബ് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നിട്ടാണ് നമ്മൾ അറബ് സ്ട്രീറ്റ് വരുന്നത്. പിന്നെ ഇതാ കാണുന്നതാണ് നമ്മുടെ സുൽത്താൻ മോസ്ക്. ഇതാണ് നമ്മുടെ സുൽത്താൻ മോസ്കിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. പിന്നെ അതേ അപ്പുറത്തേക്ക് നമുക്ക് നടന്നു പോകാം. അവിടെ ഒരു കിടിലൻ പെയിൻറ്റിങ് കാണാനുണ്ട്. സോ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതേ മുസ്കാറ്റ് സ്ട്രീറ്റാണ് ഇത് വരുന്നത്. സോ ഇത് 1909 പണിതിട്ടുള്ള ഒരു ആർച്ചമാണ് അതുണ്ടായിരുന്നത്. അതിൻ്റെ സൈഡിലാണ് ഈ ഒരു കിടിലൻ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3D പെയിൻറ്റിങ് സെറ്റപ്പായിട്ടാണ് വരുന്നത്. മുകളിലത്തെ ആ ഒരു ജനലിൻ്റെ അവിടെ ശരിക്കും ഒരു കുട്ടിയും ചേട്ടനും നമ്മുടെ എയറോപ്ലെയിൻ പേപ്പർ പ്ലെയിൻ വിടുന്നതും പിന്നെ അവിടെ ആൾക്കാർ പണിയെടുക്കുന്നതും ഇപ്പുറ സൈഡിലാണെങ്കിൽ വീടുകളും കടകളൊക്കെ ആയിട്ടുള്ള പോലത്തെ ഒരു കിടിലൻ 3D പെയിൻറ്റിങ്ങും. അതിനുശേഷം ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ അത് നമ്മുടെ സുൽത്താൻ മോസ്ക് നല്ല കിടിലനായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. സോ കമ്പോങ് ഗ്ലാമിലാണ് നമ്മുടെ ഈ ഒരു മസ്ജിദ് സുൽത്താൻ വരുന്നത്. സോ ഇത് 1924 അങ്ങോട്ട് പണം തീർത്തിട്ടുള്ളതാണ്. സോ അത് കഴിഞ്ഞ് ഇപ്പുറ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കടകളിൽ കിടലനായിട്ടുള്ള ലാമ്പുകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഒരു അറേബ്യൻ സ്റ്റൈൽ കാർപ്പറ്റുകൾ പരിപാടികളൊക്കെയാണുള്ളത്. അങ്ങനെ അറബ് സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ബാക്കിൽ കാണുന്ന വലിയ സുൽത്താൻ മോസ്ക് ഉണ്ട്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ഫുള്ള് ഫുഡിൻ്റെ കട, സാധനങ്ങൾ മെല്ലിയുള്ള കടയൊക്കെ ആയിട്ട് നിറച്ച് കടകളാണ് ഗൈസ്. അലാദിൻ്റെ അത്ഭുത വിളക്ക്. ഇതിൽ കുറച്ച് പാത്രങ്ങൾ വെറുതെ കൊണ്ടുപോയി വീട്ടിൽ വയ്ക്കായിരുന്നു. ഇതിലത്തെ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടേ വെറുതെ വീട്ടിൽ ഷോക്കേസ് കൊണ്ടുവയ്ക്കാന്ന്. ആടാ ആലി ഇത് കണ്ട മറ്റേ സുൽത്താൻമാർ വെക്കണ മറ്റേ തലയിൽ വെക്കണ സാധനം, സോൾജേഴ്സ് വയ്ക്കുന്നത്. എക്സ്പെൻസീവ് ഐറ്റം, കൈൻഡ്ലി ആസ്ക് ഫോർ അസിസ്റ്റൻസ്. ഒന്നുമില്ലേ? അടിയിലത്തെ അല്ല, കുരിശൻ്റെ ഉള്ളിൽ ഫുള്ള് ലാമ്പുകളാണ് ഗൈസ്, സീനായിട്ടുള്ളത്. ഗൈസ് ഇവിടെ കിടക്കണ ലൈറ്റുകൾ നോക്കിയ സീനായിട്ടല്ലേ. 1 2 ഇതിൽ ഫുള്ള് റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. ടോഷ്. പിന്നെ ഇവിടെ വേറൊരു കടയുള്ളത്, അവിടുത്തെ ലാമ്പ് ഇങ്ങനത്തെയാണ് ഗൈസ്. പിന്നെ ഇപ്പുറത്ത് ഈ മീനാമീനിൻ്റെ ലാമ്പ് ഇങ്ങനെ. പിന്നെ ഇപ്പുറത്തെ കടകളിൽ അത്ര സീനായിട്ടുള്ള ലാമ്പില്ല. പക്ഷെ ഇവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് സെറ്റപ്പായുണ്ട്, ബുംബൂന്ന്. ഇനി എപ്പുറത്തേക്ക് നടക്കുമ്പോൾ എന്താണെന്ന് നോക്കട്ടെ ഗൈസ്. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ, സീനായിട്ടല്ലേ, ഒരു ജാപ്പനീസ് സ്റ്റൈൽ ആർക്കിടെക്ചർ ആണ് ഗൈസ്. ഇപ്പുറത്തെ ബിൽഡിംഗ് ആണെങ്കിൽ ഇതിങ്ങനെ ഒരു കിടിലം വണ്ടി വരുന്നു ഗൈസ്. ഫോഷിറ്റ് എല്ലാ കിട്ടി. മിറ്റ്സുബിഷി ലാൻസറാന്ന് തോന്നുന്നു, പഴയ മോഡല് ലാൻസറാന്ന്. ഇതിവിടെ ഒരു കിടിലം പെയിൻറ്റിങ് ഉണ്ട് ഗൈസ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഒരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുണ്ട് ഒരു ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറുള്ള പോലത്തെ ഒരു ബിൽഡിങ് കണ്ടോ. അപ്പോൾ നമ്മളങ്ങനെ അറബ് സ്ട്രീറ്റ് കണ്ട് തിരിച്ച് വരികയാണ് ഗൈസ്. നമ്മുടെ സുൽത്താൻ മോസ്കും പിന്നെ അവിടുത്തെ കുറച്ച് കടകളും, ഫുഡിൻ്റെ കടകളുണ്ട്, പിന്നെ അല്ലാണ്ടുള്ള കടകളുണ്ട്. കുറച്ച് അറേബ്യൻ ടർക്കിഷ് വൈബായിട്ടുള്ള ലൈറ്റ്സും പിന്നെ അലാദീൻ്റെ വിളക്ക് അങ്ങനത്തെ സാധനങ്ങൾ, അലാദീൻസ് ലാമ്പ്, പിന്നെ ഒരു അറേബ്യൻ ടച്ചുള്ള സാധനങ്ങളൊക്കെ, കാർപ്പറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ അറേബ്യൻ ടർക്കിഷ് ഐസ്ക്രീം, പിന്നെ ഷവർമ, അങ്ങനത്തെ അറേബ്യൻ ടച്ചുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് ജസ്റ്റ് കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും അടിച്ചില്ല. പിന്നെ കുറച്ചുകൂടി ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാമ്പും കാര്യങ്ങളുടെ ഒരു ഭംഗി കിട്ടുള്ളൂ. പക്ഷെ അത്രയും നേരെ നിൽക്കുക നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരും. അതായത് നമ്മൾ തിരിച്ചങ്ങനെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ അറബ് സ്ട്രീറ്റ് വ്ളോഗ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്